നമ്മൾ അവസാനത്തെ യൂണിറ്റുള്ള ഒരു വൺ ആക്ട് പ്ലേ ആയിരുന്നു പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് റിട്ടൺ ബൈ R.H. വുഡ്. ഈ ഒരു ചാപ്റ്ററിന്റെ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു സമ്മറി വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റുകളും ഇതിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവസാനം വരെ ഇരുന്ന് കണ്ടാൽ മതി. ഓക്കെ, സോ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതെവിടെയാണ് നടക്കുന്നത്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്മസ് ആകുന്ന സമയത്ത് അവിടെ എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു ഹറിബറി നടക്കും. ഏതൊരു ഗവൺമെന്റ് ഓഫീസിലോ ഇപ്പം നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലുള്ള ഏറ്റവും വലിയൊരു ആഘോഷമാണ് ക്രിസ്മസ്. അപ്പോൾ അവിടെ ആളുകൾ പാർസൽ അയക്കാനും സാധനങ്ങൾ ഷെയർ ചെയ്യാനും സാധനങ്ങൾ അയക്കാനും പോസ്റ്റ് കാർഡുകളൊക്കെ അയക്കാനൊക്കെ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. അതുകൊണ്ട് ആ തിക്കും തിരക്കും ഒഴിവാക്കാൻ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ പാർസലുകൾ അയക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് ദ സീൻ ഇസ് ഹാപ്പനിങ് ഇൻ എ ബിസി പോസ്റ്റ് ഓഫീസ് ബിഫോർ ക്രിസ്മസ്. ക്രിസ്മസിന് തൊട്ട് മുന്നേ ഒരു പോസ്റ്റ് ഓഫീസിലാണ് നമ്മുടെ കഥ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നാടകം വൺ ആക്ട് പ്ലേ നടക്കുന്നത്. ഇവിടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്ററും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടറിന്റെ പേര് മെയിൻ അസിസ്റ്റന്റ് എന്നാണ് നമ്മുടെ വൺ ആക്ട് പ്ലേയിൽ പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് വെരി ബിസി വിത്ത് കസ്റ്റമേഴ്സ്. അവര് ഭയങ്കരമായിട്ട് ഈ കസ്റ്റമേഴ്സ് കാരണം എക്സോസ്റ്റഡ് ആണ്. കാരണം അവർ ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ട് അവളാണ് അവസാനം ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കഷ്ടപ്പെടുന്നത്. ഷീ ഷെയർസ് ഫണ്ണി സ്റ്റോറീസ് അബൌട്ട് സ്ട്രേഞ്ച് പീപ്പിൾ അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള വിചിത്രരായിട്ടുള്ള മനുഷ്യന്മാരുടെ ഫണ്ണി ആയിട്ടുള്ള തമാശ രൂപേണ നമുക്ക് കഥകൾ പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു ഹോൾ ചാപ്റ്ററിന് ഒരു ഫണ്ണി ടോണിലാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു തമാശ രൂപേണയാണ്, ഹ്യൂമറസ് ആയിട്ട് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ക്യാരക്ടറുകളും അവർ കൊണ്ടുവരുന്ന തമാശ എന്താണെന്ന് നോക്കാം. ആദ്യം മിസ് സ്മിത്ത് ആണ്. മിസ് സ്മിത്ത് പ്രത്യേകിച്ച് തമാശ ഒന്നും കൊണ്ടുവരുന്നില്ല. ഷീ ടോക്സ് അബൌട്ട് കോൾഡ് വെതർ, ബൈ സ്റ്റാമ്പ്സ് ആൻഡ് പോസ്റ്റൽ ഓർഡർ. ഷീ ബിലീവ്സ് ഇൻ പോസ്റ്റിംഗ് ഏർലി. ഇവര് മാത്രമേ ഒരു നല്ല കുട്ടിയുള്ളൂ ഈ കഥയിൽ. നല്ല കുട്ടി എന്ന് പറയുന്നില്ല, ഒരു നല്ല സ്ത്രീ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവര് സമയത്തിന് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു വിമനാണ്. ദെൻ കംസ് മിസ് ജോൺസ്. മിസ് ജോൺസ് ബ്രിങ്സ് എ ബിഗ് പാർസൽ. ഒരു വലിയ പെട്ടിയായിട്ടാണ് വരുന്നത്. ആൻഡ് ഷീ വാണ്ട്സ് ദം ഹാൻഡിൽഡ് കെയർഫുള്ളി. നോക്കി കണ്ടൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊരു റൂഡായിട്ടുള്ള ഒരു സംസാരമാണ് ആരുടെ, മിസ് ജോൺസിന്റെ. ആൻഡ് പോസ്റ്റ് ഗിഫ്റ്റ്സ് ലേറ്റ് ആൻഡ് ഗെറ്റ്സ് ഇറിറ്റേറ്റഡ്. അവരെന്നെ അവസാന നിമിഷത്തിലാണ് വരുന്നത്, പക്ഷെ അവരെന്നെ വെറുതെ ആവശ്യമില്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ദെൻ കംസ് എ ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ. ഈ പുള്ളിക്കാരന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹി കനോട്ട് ഹിയർ എനിത്തിങ് പ്രോപ്പർലി. എന്നും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല. ബുക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കുക്ക് എന്നായിരിക്കും കേൾക്കുക. ഹി കളക്ട്സ് ഹിസ് പെൻഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡ്സ് എവറിത്തിങ്. ആ ഒരു ആര് തമ്മിൽ സംസാരിക്കുമ്പോഴും അയാൾ വേറെ എന്തൊക്കെയോ ആണ് കേൾക്കുന്നത്. ദെൻ കംസ് ഫസി ഓൾഡ് ലേഡി. ഫസി ഓൾഡ് ലേഡി അവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത് പുള്ളിക്കാരിയുടെ ക്യാറ്റിന് വേണ്ടിയിട്ടാണ്, ടിഡിൽസിന് വേണ്ടിയിട്ടാണ്. അതൊരു ആനിമൽ ക്ലിനിക് ആണെന്ന് വെച്ചിട്ടാണ് അവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത്. ആൻഡ് എൻഡ്സ് അപ്പ് ബൈയിങ് സ്മോൾ സ്റ്റാമ്പ്. ഏതായാലും വന്നതല്ലേ എന്നാൽ കുറച്ച് സ്റ്റാമ്പ് വാങ്ങാന്ന് വെച്ചിട്ട് വരുന്ന ഒരു ഫസി ഓൾഡ് ലേഡി. പിന്നെ ഒരു ഫാർമർ ആണ്. ഹി സെൻഡ്സ് എ പാർസൽ. പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ പുള്ളിക്കാരൻ എന്ത് പറയുന്ന അറിയോ? ഹി ടോക്സ് അബൌട്ട് എ ന്യൂസ് ഓഫ് എ ടൈം ബോംബ് ഇൻ ദ മെയിൽ. അതായത് പത്രത്തിൽ അയാൾ വായിച്ചിട്ടുള്ള ഒരു വാർത്ത അവിടെ എല്ലാവരുടെ അടുത്തും പറയും. അതായത് ഇതുപോലെ ഒരു പോസ്റ്റ് ഓഫീസിൽ ഇതുപോലെ പാർസൽ അയക്കാൻ വന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ടൈം ബോംബ് ആയിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് എല്ലാവരെയും പേടിപ്പിക്കും. വാണ്ട്സ് ദം ടു ബി കെയർഫുൾ. പിന്നെ വരുന്നതാണ് മിസ് ഹിഗിൻസ് ആൻഡ് ബേർട്ടി. മിസ് ഹിഗിൻസ് എന്ന് പറയുന്നത് ഒരു അമ്മയാണ്, മോമാണ്. പുള്ളിക്കാരിയുടെ തലതെറിച്ചൊരു മോനാണ് ഈ ബേർട്ടി എന്ന് പറയുന്നത്. സ്കോൾസ് ബേർട്ടി കോൺസ്റ്റന്റ്ലി. പുള്ളിക്കാരി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് അത് ചെയ്യലടാ, ഇത് ചെയ്യലടാ, അവിടെ ഇരിക്കല്ലേ, അത് ചെയ്യലേ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Bertie mispronounces words. അവൻ മനഃപൂർവ്വം deliberately he is mispronouncing words. Bertie hears a ticking sound from a parcel. Everyone panics thinking it's a bomb. ഇപ്പോൾ ഓൾറെഡി ഫാർമർ ഓൾറെഡി മെൻഷൻ ദാറ്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് കാരണം അതിലൊരു ടൈം ബോംബ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വാൺ ചെയ്താണ്. അതിൻ്റെ ഇടക്കാണ് ബേർട്ടി ഇങ്ങനെ ടിക് 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 സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊരു ബോംബാണെന്ന് വിചാരിക്കും. അതിൻ്റെ ഇടക്കാർ ഒരു ഫോറിൻ ടൂറിസ്റ്റ് വരുന്നത്. ഹി ലുക്സ് ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ്. അതായത് ഒരു കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു നിഗൂഢനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. സെൻസ് എ ഹെവി പാർസൽ. ഒരു വലിയ പാർസലും കൊണ്ട് വന്നിരിക്കുന്നു. ആസ് ടു മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് സേഫ്റ്റി. ഇത് അവിടെ എത്തുമോ, ഇത് കൃത്യസമയത്ത് എത്തുമോ, ഇത് പൊട്ടുമോ എന്നൊക്കെ പറയുമ്പോഴേ ആളുകൾക്ക് അതൊരു ബോംബാണോ എന്നൊരു തോന്നലുണ്ടായി. ആൻഡ് ഹി റിട്ടേൺസ് ഫോർ ഹിസ് ഗ്ലൗസ്. ഹിസ് പാർസൽ ഈസ് വൺ മേക്കിംഗ് ദ ടിക്കിംഗ് സൗണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ സ്വിസ് ക്ലോക്ക്, നോട്ട് എ ബോംബ്. ഹി ഗെറ്റ്സ് ആംഗ്രി വെൻ ഇറ്റ്സ് റൂയിൻഡ്. അത് നശിപ്പിച്ച സമയത്ത്, അതൊരു ബോംബാണെന്ന് പറയുന്നത് നശിപ്പിച്ച സമയത്ത് പുള്ളിക്കാരൻ ദേഷ്യം വരുന്നുണ്ട്. ഇനി ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. പോലീസുകാരൻ ഈ നശിപ്പിക്കുന്നതിന്റെ തൊട്ട് മുന്നെയാണ് വരുന്നത്. ഈ കോൾ ടു ചെക്ക് ദ പാർസൽ, ത്രോസ് ദ പാർസൽ ഇൻ ടു ദ ബക്കറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഹി റിയലൈസസ് ഇസ് ജസ്റ്റ് എ ക്ലോക്ക്. അയാൾ ബോംബാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്ന ഈ ഫോറിൻ ടൂറിസ്റ്റിന്റെ പെട്ടി കൊണ്ടുപോയിട്ട്
വെള്ളത്തിലിടും, ഒരു ബക്കറ്റിലിടും, എന്നിട്ട് അയാൾ അതിനെ നശിപ്പിക്കും. ഇതിന്റെ എൻഡിങ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ടൂറിസ്റ്റുകാരൻ ഭയങ്കര ആംഗ്രി ആയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകും. ഈ അസിസ്റ്റന്റ് എക്സോസ്റ്റഡ് ആയിട്ട് എല്ലാം നിർത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറയും. ദ അസിസ്റ്റന്റ് ക്വിറ്റ്സ് ദ പോസ്റ്റ് ഓഫീസ്, സേസ് ഷീ വിൽ വർക്ക് അറ്റ് an animal clinic instead because animals behave better than humans. മനുഷ്യന്മാരെക്കാളും ഇത്തിരിയും ബോധവും പക്വതൊക്കെ ആനിമൽസിന്, മൃഗങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് പോവാണ്, ഞാൻ ജോലി രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നിടത്താണ് നമ്മുടെ ഈ ഒരു വൺ ആക്ട് പ്ലേ എൻഡ് ചെയ്യുന്നത്. വളരെ ഹ്യൂമറസ്ലി റിട്ടേൺ ആണ്, നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണരുത്. തമാശ നിറഞ്ഞിട്ടുള്ള, അതായത് ആ ഒരു ക്രിസ്മസ് ടൈമിൽ ഉണ്ടാകുന്ന ഹറിബറിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ട് സംസാരിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. ബൈ.